അതിക്രൂരമായ മനുഷ്യവേട്ടയുടെ ചിത്രങ്ങളും വാർത്തകളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഡാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ രാജ്യം ഇത്രയും വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് എത്തിപ്പെട്ടത്? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സുഡാനിലെ നിലവിലെ സാഹചര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് സുഡാന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കേണ്ടി വരും. കാരണം വെറും 2 വർഷത്തിന്റെ ആഭ്യന്തര യുദ്ധത്തിന്റെ ചരിത്രമല്ല സുഡാന് പറഞ്ഞു വെക്കാനുള്ളത്. പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ആഭ്യന്തര യുദ്ധങ്ങളുടെ, അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങളുടെ ഒരു ചരിത്രം തന്നെ സുഡാന് പറഞ്ഞു വെക്കാനുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈജിപ്ത്, എത്യോപ്യ, ലിബിയ, എറിട്രിയ, സൗത്ത് സുഡാൻ, ചാഡ് തുടങ്ങിയ രാജ്യങ്ങളോടും ചെങ്കടലിനോടും അതിർത്തി പങ്കിടുന്ന നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് സുഡാൻ. ധാതുസമ്പത്ത് ഒരുപാടുണ്ടെങ്കിലും അതിദരിദ്രരായ ഒരു ജനതയാണ് അവിടം വസിച്ചു പോരുന്നത്. അതിന് നാം നേരത്തെ പറഞ്ഞ ആഭ്യന്തര യുദ്ധങ്ങളും അധിനിവേശങ്ങളും കാരണമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി സുഡാന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനവാസം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഈജിപ്ഷ്യൻ റെക്കോർഡുകളിലൊക്കെ, ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ റെക്കോർഡുകളിലൊക്കെ നൂബിയ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് ഈജിപ്ത് വരെ ഭരണം നടത്തിയിരുന്ന പഴയകാല സിവിലൈസേഷനിൽ ഒന്നായ കിങ്ഡം ഓഫ് കുഷിന്റെ ഭരണപ്രദേശമായിരുന്നു ഈ പറയുന്ന നൂബിയ. പിന്നീട് കാലക്രമേണ അവിടേക്ക് ക്രിസ്തുമതം കടന്നു വരികയും അങ്ങനെ ക്രിസ്തുമതത്തിന് കീഴിലുള്ള 3 ഭരണകൂടങ്ങൾക്ക് കീഴിലായി സുഡാൻ പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ 650കളിലായിട്ടാണ് ഇസ്ലാം സുഡാനിലേക്ക് കടന്നു വരുന്നത്. ഏകദേശം AD 650കളിലായി ഈജിപ്ത് ഇസ്ലാമിന് കീഴിലേക്ക് പോയതിനു ശേഷം ആണ് അവർ സുഡാനിലേക്ക് കടന്നു വരുന്നത്. ബക്ത് എന്ന് പറയുന്ന ഒരു സമാധാന കരാറിന് അവിടെ വഴിയൊരുങ്ങുകയാണ്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനപരമായി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ് ആയിരുന്നു എന്താണ്. മുസ്ലിം വിഭാഗവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗവും ഒക്കെ വളരെ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവരുടെ ഒരു പ്രധാനമായും ഈ ഒരു കരാറിലൂടെ ലക്ഷ്യമിട്ടത്. അതോടൊപ്പം കച്ചവട രംഗത്ത് ഈ പറയുന്ന കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ഒരു പരസ്പര സഹകരണവും ഈ ഒരു ട്രീറ്റിയുടെ ലക്ഷ്യമായിരുന്നു. ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദീർഘകാലം നീണ്ടുനിന്ന സമാധാന ഉടമ്പടികളിൽ ഒന്നായി ഈ ബക്ത് ട്രീറ്റി അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 600ഓളം വർഷം നീണ്ടുനിന്ന ഒരു സമാധാന ഉടമ്പടിയായിരുന്നു ഈ പറയുന്ന ബക്ത് ട്രീറ്റി എന്ന് പറയുന്നത്. എന്തായാലും കാലക്രമേണ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മതം ഈ സുഡാനിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഈ ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ അടക്കം ഈ പറയുന്ന ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ആവുകയും അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഭരണകൂടം ഈ സുഡാനിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്തു. ഏകദേശം 1504ലാണ് ഫഞ്ച് സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണകൂടം സെന്നാർ എന്ന് പറയുന്ന പ്രദേശത്ത് രൂപീകരിക്കപ്പെടുന്നത്. ഈ ഫഞ്ച് സുൽത്താനേറ്റ് വളരെ ശക്തമായൊരു ഭരണകൂടമായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞു പതുക്കെ അവർക്കിടയിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ ഈജിപ്തിന്റെ ഒരു അധിനിവേശം ഉണ്ടാകുന്നു. അങ്ങനെ 1821 ഫഞ്ച് സുൽത്താനേറ്റ്, സുഡാനിലെ ഫഞ്ച് സുൽത്താനേറ്റ് ഇല്ലാതാവുകയാണ്. അങ്ങനെ 1821 തുർക്കി ഒട്ടോമൻ എംപയറിന് കീഴിലുള്ള ഈജിപ്തിലെ ഗവർണറായിരുന്ന മുഹമ്മദ് അലി പാഷയുടെ മകൻ ഇസ്മായിൽ പാഷ ഈ സുഡാനിലേക്ക് ഈജിപ്ഷ്യൻ സൈന്യവുമായി ഒരു അധിനിവേശം നടത്തുകയും അങ്ങനെ ആ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ഒട്ടോമൻ എംപയറിന് കീഴിലാണ് തുർക്കിയ എന്നറിയപ്പെടുന്ന, തുർക്കിഷ് ഇറ എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അവർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ആ രാജ്യത്തിന്റെ ഒരുപാട് പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ ഒരുപാട് കൈക്കൊണ്ടെങ്കിലും അവരുടെ പല നിലപാടുകളും ഒരു വിപ്ലവത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് മഹദിസ്റ്റ് റവല്യൂഷന് കളമൊരുങ്ങുന്നത്. അങ്ങനെ 1881 ഈ മഹദിസ്റ്റ് റവല്യൂഷൻ അഥവാ മുഹമ്മദ് അഹ്മദ് ബിൻ അബ്ദുള്ള എന്ന പേരിലുള്ള ഒരു മനുഷ്യൻ, ഒരു മതപരമായ റിലീജിയസ് റിഫോമർ, അദ്ദേഹം സ്വയം മഹദിയാണെന്ന് അവകാശപ്പെടുകയും അങ്ങനെ അദ്ദേഹം 1881 ഒരു മുന്നേറ്റവുമായി, ഒരു മൂവ്മെന്റുമായി ഈ പറയുന്ന തുർക്കോ ഈജിപ്ഷ്യൻ ഭരണത്തിനെതിരെ മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ സുഡാനിൽ വ്യാപിക്കുകയുണ്ടായി. കാരണം ഈജിപ്തിന്റെ അല്ലെങ്കിൽ തുർക്കിയുടെ ഭരണത്തിൽ അതൃപ്തി ഉണ്ടായിരുന്ന പലരും ഈ മൂവ്മെന്റിനെ സ്വീകരിക്കുകയും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് സുഡാനിൽ വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ 1885 അവർ ഈജിപ്ഷ്യൻ ആർമിയെ കീഴടക്കിക്കൊണ്ട് ക്യാപിറ്റലായിരുന്ന ഖാർത്തൂം പിടിച്ചെടുക്കുകയും ഒരു ഭരണകൂടത്തെ, ഈ മഹദിസ്റ്റ് മൂവ്മെന്റ് സ്ഥാപിക്കുകയും ചെയ്തു.
എന്നാൽ 1885 തന്നെ ഇവർ ഭരണം സ്ഥാപിച്ച ഉടനെ തന്നെ ഈ മുഹമ്മദ് അഹമ്മദ് ബിൻ അബ്ദുള്ളക്ക് അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഖലീഫ അബ്ദുള്ള അടുത്ത ഭരണാധികാരിയായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നാൽ അധികാലം നീണ്ടു നിന്നില്ല. 1898 ആംഗ്ലോ ഈജിപ്ഷ്യൻ ആർമി ഈ പറയുന്ന സുഡാനിലേക്ക് ഒരു അധിനിവേശം നടത്തി ഈ മഹദിസ്റ്റ് മൂവ്മെന്റിനെ അല്ലെങ്കിൽ മഹദിസ്റ്റ് ഭരണകൂടത്തെ തകർത്തെറിഞ്ഞു. അങ്ങനെ ആംഗ്ലോ ഈജിപ്ഷ്യൻ ട്രൂപ്പ് അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഈജിപ്തിന്റെയും ബ്രിട്ടന്റെയും സൈന്യത്തിന്റെ സംയുക്തമായ ഒരു മുന്നേറ്റമായിരുന്നു അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ 1899 മുതൽ പിന്നീട് ആ സ്ഥലത്ത്, ആ രാജ്യത്ത്, സുഡാനിൽ പിന്നീട് ഈ പറയുന്ന ആംഗ്ലോ ഈജിപ്ഷ്യൻ ഭരണമാണ് പിന്നീട് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈജിപ്തും ബ്രിട്ടനും സംയുക്തമായി ഭരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥ അധികാരം ഉണ്ടായിരുന്നത് ബ്രിട്ടന്റെ കയ്യിൽ തന്നെയായിരുന്നു. ഈ കാലത്താണ് യഥാർത്ഥത്തിൽ സൗത്ത് നോർത്ത് സുഡാനുകൾക്കിടയിൽ വളരെ ശക്തമായ ഒരു വൈരം, അവർ ഒരു പക അല്ലെങ്കിൽ വിഭാഗീയത ശക്തമായി രൂപപ്പെടുന്നത്. പൊതുവെ എല്ലായിടത്തും ബ്രിട്ടീഷുകാരുടെ നയം ഡിവൈഡ് ആൻഡ് റൂൾ ആണ് എന്നതുപോലെ തന്നെ ഈ പറയുന്ന പ്രദേശത്തും അത് വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ ബ്രിട്ടന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നോർത്തിലുള്ള അറബ് ഇസ്ലാം മുസ്ലിം വിഭാഗവും ഈ സൗത്ത് ഭാഗത്തുള്ള നോൺ അറബ് നോൺ മുസ്ലിം വിഭാഗവും തമ്മിൽ ഒരു വലിയ ശത്രുതയിലേക്ക് കൊണ്ടെത്തിക്കാൻ ബ്രിട്ടന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത് ശക്തമാവുന്നു. അങ്ങനെ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 1956 സുഡാന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. എന്നാൽ 1956 ഇത് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ 1955 സൗത്ത് സുഡാനും നോർത്ത് സുഡാനും തമ്മിലുള്ള ഒരു സിവിൽ വാറിന് തുടക്കം കുറിക്കപ്പെട്ടിരുന്നു. ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരുന്നു. 1972 വരെയാണ് ഈ സിവിൽ വാർ നീണ്ടു നിന്നത്. അങ്ങനെ 1972 ആഡിസ് അബാബ അഗ്രിമെന്റ് വഴിയാണ് ഈ സൗത്ത് സുഡാനും നോർത്ത് സുഡാനും തമ്മിലുള്ള ഈ സിവിൽ വാറിന് ഒരു അവസാനം കുറിക്കപ്പെടുന്നത്. എന്തായാലും 1956 സുഡാൻ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആദ്യ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുന്നത് ഇസ്മായിൽ അൽ അസ്ഹരിയാണ് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ 72 ആഡിസ് അബാബ അഗ്രിമെന്റിന്റെ തൊട്ടു മുമ്പായി 1969 സുഡാനിൽ ജാഫർ നിമേരി എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഭരണത്തിലെത്തുന്നുണ്ട്. 72 ഈ അഗ്രിമെന്റിലൂടെ സൗത്ത് സുഡാനും നോർത്ത് സുഡാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്, സിവിൽ വാറിന് ഒരു അറുതി വന്നെങ്കിലും 69 അധികാരത്തിലെത്തിയ ജാഫർ നിമേരിയുടെ പല നിലപാടുകളും മറ്റൊരു വിപ്ലവത്തിന്, മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ 1983 ഒരിക്കൽ കൂടി ഒരു രണ്ടാം ആഭ്യന്തര യുദ്ധത്തിന് സുഡാൻ സാക്ഷിയാവുകയാണ്. അങ്ങനെ 1983 മുതൽ ആരംഭിച്ച രണ്ടാം സിവിൽ വാർ, നോർത്ത് സുഡാനും സൗത്ത് സുഡാനും ഇടയിലുള്ള രണ്ടാം സിവിൽ വാർ അവസാനിക്കുന്നത് 2005 2005 ഒരു സമാധാന കരാറിലാണ് അത് അവസാനിക്കുന്നത്. അങ്ങനെ അതിന്റെ ബാക്കി പത്രമായിട്ടാണ് 2011 ഈ പറയുന്ന സുഡാൻ വിഭജിച്ചുകൊണ്ട് സൗത്ത് സുഡാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം പിറവിയെടുക്കുന്നത്, സ്വാതന്ത്ര്യം നേടി പിറവിയെടുക്കുന്നത്. എന്നാൽ ഇവിടെ നാം പറഞ്ഞു വെക്കേണ്ട മറ്റൊരു സംഭവം 1989 അധികാരത്തിലെത്തിയ സുഡാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഏകാധിപതിയായ ഭരണാധികാരി അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഭരണാധികാരിയായ ഉമർ അൽ ബഷീറിനെ കുറിച്ചാണ്. 1989 ആണ് ഉമർ അൽ ബഷീർ അധികാരത്തിലെത്തുന്നത്. ഈ കാലയളവിൽ, ഉമർ ബഷീറിന്റെ കാലയളവിലും അവിടെ ഈ പറയുന്ന നോർത്ത് സുഡാൻ സൗത്ത് സുഡാനിനിടയിലുള്ള ആഭ്യന്തര യുദ്ധം രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉമർ ബഷീറിന്റെ കാലത്ത് തന്നെ വെസ്റ്റേൺ സുഡാനിലുള്ള ഡാർഫർ മേഖലയിൽ വേറൊരു റിബൽ ഗ്രൂപ്പ് അവരെ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നു എന്നതിന്റെ പേരിൽ ഉമർ ബഷീർ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് ഉമർ ബഷീറിനെതിരെ വെസ്റ്റേൺ സുഡാനിലുള്ള ഡാർഫർ മേഖലയിൽ നിന്ന് റിബൽ ഗ്രൂപ്പൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്തായാലും അന്ന് അതിനെ അതിശക്തമായി സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മിലീഷ്യയെ, ജൻജവീദ് മിലീഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ക്രൂരമായാണ് ഉമർ ബഷീർ നേരിടുന്നത്. എന്തായാലും 2011 സൗത്ത് സുഡാൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുകയാണ്. 2011 സൗത്ത് സുഡാൻ രൂപീകരിക്കപ്പെട്ടതോടുകൂടി യഥാർത്ഥത്തിൽ എല്ലാ നഷ്ടവും ഉണ്ടായത് സുഡാനായിരുന്നു. കാരണം സുഡാന്റെ ഓയിൽ റിസർവുകൾ 75% ഉണ്ടായിരുന്നത് സൗത്ത് സുഡാനിലായിരുന്നു. സൗത്ത് സുഡാൻ രൂപീകരിക്കപ്പെട്ടതോടുകൂടി ഈ പറയുന്ന 75% ഓയിൽ റിസർവും ഇല്ലാതാവുകയാണ്. അതോടൊപ്പം
സാമ്പത്തികമായി തകർച്ചയിലേക്ക് എത്തി സുഡാൻ എന്നത്. $7 ബില്യൺ റവന്യൂ വർഷത്തിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് $2 ബില്യൺ അത് മാറുകയാണ്. ഇങ്ങനെ സാമ്പത്തികമായി സുഡാൻ കൂപ്പുകുത്തി. 2011 സൗത്ത് സുഡാന്റെ സ്വാതന്ത്ര്യത്തോടു കൂടി സുഡാൻ ഇങ്ങനെ സാമ്പത്തികമായി കൂപ്പുകുത്തി. അപ്പൊ ഓൾറെഡി വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിട്ടിരുന്ന സുഡാനിൽ 2011 കൂടിയിട്ട് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി കൂടി ഉടലെടുക്കുകയാണ്. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് സുഡാനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ 2018 കാലങ്ങൾ കഴിഞ്ഞു. ഉമർ അൽ ബഷീർ തന്നെ സുഡാനിൽ ഭരണത്തിൽ തുടർന്നു. 2018 അദ്ദേഹത്തിന്റെ വിലക്കയറ്റം കൂടുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് സാമ്പത്തികമായി വലിയ തകർച്ച ഉണ്ടാവുന്നു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പ്രത്യേകിച്ച് അവിടെയുള്ള SPA എന്ന് പറയും, സുഡാൻ പ്രൊഫഷണൽ അസോസിയേഷൻ, അങ്ങനെ ഒരു സംഘടന തന്നെ രൂപീകരിക്കപ്പെടുകയും അങ്ങനെ അവർ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സുഡാനി ഗവൺമെന്റിന് നേരെ അഥവാ ഉമർ ബഷീറിന് നേരെ നടത്തുകയും അങ്ങനെ അവസാനം അവരോടൊപ്പം അതിനെയും സായുധപരമായി നേരിടാനാണ് ഉമർ ബഷീർ ശ്രമിക്കുന്നത്. പക്ഷേ സുഡാന്റെ ഔദ്യോഗിക സേനയായ സുഡാൻ ആംഡ് ഫോഴ്സ് അവസാനം ഉമർ ബഷീറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഉമർ ബഷീറിനെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിന് മുമ്പിലൊന്നും ഹാജരാക്കുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ പിന്നീട് അവർ തടവിലാക്കുകയാണ്. അങ്ങനെയാണ് ഉമർ അൽ ബഷീറിന്റെ ഭരണം 2019 സുഡാനിൽ അവസാനിക്കുന്നത്. 2019 ഉമർ ബഷീറിന്റെ ഭരണം അവസാനിക്കുന്നതോട് കൂടിയാണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ അവിടെ രൂപപ്പെടുന്നത്. ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ 2019 ഉമർ അൽ ബഷീർ ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് സുഡാൻ നീങ്ങുന്നത്. അഥവാ ഉമർ ബഷീറിന്റെ ഭരണത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം മിലിറ്ററിയാണ് ഉമർ ബഷീറിനെ അറസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷം TMC ട്രാൻസിഷണൽ മിലിറ്ററി കൗൺസിൽ എന്ന ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അങ്ങനെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ അധികാരത്തിലെത്തുകയും ചെയ്യുകയാണ്. പക്ഷെ പ്രക്ഷോഭകാരികളുടെ എതിർപ്പ് മൂലം അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ടി വരുന്നു. അങ്ങനെ SAF അഥവാ സുഡാൻ ആംഡ് ഫോഴ്സിന്റെ തലവനായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ താൽക്കാലികമായി അധികാരത്തിലേറുകയാണ്. അങ്ങനെ പക്ഷേ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല. ഒരു സിവിലിയൻ ഗവൺമെന്റ് വേണമെന്നതായിരുന്നു ജനങ്ങളുടെ ആവശ്യം, പ്രക്ഷോഭകാരികളുടെ ആവശ്യം. അങ്ങനെ താൽക്കാലികമായി സിവിലിയൻസിനെയും അതുപോലെ തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു SC അഥവാ സോവേൺ കൗൺസിൽ രൂപീകരിക്കുകയും പിന്നീട് സിവിലിയൻ പ്രൈം മിനിസ്റ്ററെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലികമായ ഒരു അറുതി വരുത്തുകയാണ്. അങ്ങനെ സിവിലിയൻ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത് ഹമദോക്കാണ്. പക്ഷേ ഇത് അധികാലം നീണ്ടു നിന്നില്ല. ഈ SAF അഥവാ സുഡാൻ ആംഡ് ഫോഴ്സും അതുപോലെ തന്നെ അവരുടെ പാരാമിലിറ്ററി വിഭാഗമായ RSF വളരെ നിർണായകമായ ഒരു വിഭാഗമാണ് ഈ RSF എന്ന് പറയുന്നത്. ഈ RSFും ചേർന്നുകൊണ്ടാണ് പിന്നീട് ഈ പറയുന്ന ഹമദോക്കിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവര് അധികാരത്തിലെത്തുന്നത്. അങ്ങനെ SAFന്റെ തലവനായിരുന്ന സൈന്യത്തിന്റെ തലവനായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ അവരുടെ ഭരണാധികാരിയാവുകയും ഈ പാരാമിലിറ്ററി വിഭാഗമായ RSFന്റെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവനായിരുന്ന ഹമേദി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹംദാൻ ഡഗോലു അവിടുത്തെ വൈസ് പ്രസിഡന്റായും ചുമതലയേൽക്കുകയാണ്. പിന്നീട് അവർക്കിടയിൽ ഉണ്ടാവുന്ന തർക്കവും അസ്വാരസ്യങ്ങളുമാണ് ഒരു സിവിൽ വാറിലേക്ക് ഈ പറയുന്ന 2 മിലിറ്ററി വിഭാഗം, ഔദ്യോഗികമായി സുഡാനിൽ അംഗീകരിക്കപ്പെട്ട 2 മിലിറ്ററി വിഭാഗം, RSF എന്ന് പറയുന്ന പാരാമിലിറ്ററി വിഭാഗവും അവരുടെ ഒഫീഷ്യൽ സൈന്യമായ സുഡാൻ ആംഡ് ഫോഴ്സും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുഡാൻ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സുഡാൻ എത്തിപ്പെടുകയാണ്. ഇനി RSFനെ കുറിച്ച് പറയുമ്പോൾ RSF എന്ന് പറയുന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഔദ്യോഗികമായ ഒരു സൈനിക വിഭാഗമാണ്, സുഡാനിലെ സൈനിക വിഭാഗമാണ്. സുഡാൻ ആംഡ് ഫോഴ്സ് പോലെ തന്നെ സാഫ് പോലെ തന്നെ മറ്റൊരു സൈനിക വിഭാഗമാണ് ഈ RSF എന്ന് പറയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. യഥാർത്ഥത്തിൽ ഇവർ രൂപം കൊള്ളുന്നത് 2003 ഡാർഫറിലുണ്ടായ വിപ്ലവത്തെ അടിച്ചമർത്താനാണ്. ഉമർ ബഷീർ യഥാർത്ഥത്തിൽ കെട്ടഴിച്ചു വിട്ട ഒരു വിഭാഗമായിരുന്നു. ജഞ്ചവീദ് മിലീഷ്യ എന്നാണ് ഇവർ ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഒരു കുതിരപ്പുറത്തേറി വരുന്ന ചെകുത്താന്മാർ എന്നാണ് ഇവർ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ ജഞ്ചവീദ് മിലീഷ്യകൾ അതിക്രൂരമായി അവിടെ കൊന്നൊടുക്കുന്നു, ഈ വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി റൈപ്പ് ചെയ്യുന്നു, കൊന്നൊടുക്കുന്നു. ഈ രീതിയിൽ ക്രൂരമായ നടപടികൾ ആയിരുന്നു ജഞ്ചവീദ് മിലീഷ്യകൾക്ക്. അവർക്ക് എല്ലാവിധ ആയുധങ്ങൾ കൈമാറുന്നു, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ഉമർ അൽ ബഷീർ കെട്ടഴിച്ചു വിട്ട് വളർത്തിയെടുത്ത ഒരു വിഭാഗമാണ് ജഞ്ചവീദ് മിലീഷ്യകൾ. അതിന്റെ തലവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഹമേദി അഥവാ മുഹമ്മദ് ഹംദാൻ ഡഗോലു തന്നെയായിരുന്നു അതിന്റെയും തലവൻ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഔദ്യോഗികത നൽകിക്കൊണ്ട് RSF റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന പേരിലേക്ക് ഇവരെ മാറ്റുകയും ഔദ്യോഗികമായി ഇവരെ അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ
RSF-ഉം SAF എന്ന് പറയുന്ന രണ്ട് മിലിറ്ററി വിഭാഗങ്ങൾ, ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2019 ഉമർ ബഷീറിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴും അതിനുശേഷമുള്ള ഈ ഹമദോക്കിനെ പുറത്താക്കുമ്പോഴൊക്കെ ഇവർ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. സഖ്യകക്ഷികളെ പോലെ തന്നെയായിരുന്നു ഇവരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ ഭരണാധികാരിയാവുന്നു, വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഹംദാൻ ഡഗോളു ഹമേദി എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കപ്പെടുന്നു. ഇങ്ങനെ ഇവർ വളരെ സഖ്യകക്ഷികളായി തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെടുകയാണ്. അതിനിടയിൽ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ ഈ പറയുന്ന ആർമിയിൽ SAF-ൽ ലയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ശ്രമങ്ങൾ പിന്നീട് ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുകയാണ്. അതോടുകൂടി RSF-ഉം ഈ SAF-ഉം പിന്നീട് രണ്ട് വിഭാഗങ്ങളായി ശത്രുതയിലേക്ക് മാറുകയാണ്. അതോടുകൂടി അധികാരത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം അവിടെ രൂപപ്പെട്ടു. രണ്ട് വിഭാഗങ്ങളും സായുധരാണ് എന്നതുകൊണ്ട് തന്നെ സായുധപരമായി യുദ്ധത്തിലേക്ക് തന്നെ പിന്നീട് രാജ്യം നീങ്ങുകയാണ്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും SAF-ഉം തമ്മിൽ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം തന്നെ ആരംഭിക്കുകയാണ്. പക്ഷെ ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആ സുഡാനിലെ ജനതയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതിനെ തുടർന്നാണ് 2023 ആരംഭിച്ച ആഭ്യന്തര യുദ്ധമാണ് ഇപ്പോഴും സുഡാനിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പടിഞ്ഞാറൻ സുഡാന്റെ ഭാഗമായ ഡാർഫർ മേഖല പ്രധാനമായും ഈ RSF-ന്റെ കയ്യിലാണ്. ഈ അവിടെ തന്നെ അൽഫാഷർ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഈ ഡാർഫറിന്റെ അൽഫാഷർ എന്ന് പറയുന്ന പ്രദേശം SAF-ന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്, സുഡാൻ ആംഡ് ഫോഴ്സിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ RSF പിടിച്ചെടുക്കുന്നത്. അത് പിടിച്ചെടുത്തോട് കൂടിയാണ് പിന്നീട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ നരവേട്ട, കൊന്നൊടുക്കലുകൾ, വളരെ ക്രൂരമായ വാർത്തകൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഈ പറഞ്ഞ ഈ അൽഫാഷർ പിടിച്ചെടുത്തതിന് ശേഷം RSF ഡാർഫറിൽ നടത്തിയതാണ്. യഥാർത്ഥത്തിൽ സുഡാന്റെ വലിയൊരു വിഭാഗം ഈ പറഞ്ഞ പോലെ കാർത്തൂമിലടക്കം, അവരുടെ ക്യാപിറ്റലായ കാർത്തൂം അടക്കം ഒരു ഭാഗം RSF-ന്റെ കയ്യിലും ഒരു ഭാഗം SAF-ന്റെ കയ്യിലുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേർക്കും വിദേശ ഫണ്ടുകളടക്കം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ആയുധങ്ങൾ കൈമാറുന്നുണ്ട്, വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട്. പല രാജ്യങ്ങളും, അറബ് രാജ്യങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട്, അവർ ഈ RSF-നെ പിന്തുണക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടി അവർ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പല തെളിവുകളും പിന്നീട് പുറത്തു വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ RSF-നും SAF-നും വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട്. അതാണ് ഇവരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അതാണ് യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഡാർഫർ മേഖല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുഡാൻ മൊത്തത്തിൽ ധാതു സമ്പത്ത് വളരെ ശക്തമായുള്ള ഒരു രാജ്യമാണ്. അതിനൊപ്പം തന്നെ ഡാർഫർ മേഖലയിൽ സ്വർണ്ണഖനികൾ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു വലിയ റിസർവ് തന്നെ യഥാർത്ഥത്തിൽ ഡാർഫർ മേഖലയിലുണ്ട്. അതിന് വേണ്ടിയുള്ള തർക്കം, പണത്തിന് വേണ്ടിയുള്ള അധികാരം, ഇതാണ് യഥാർത്ഥത്തിൽ വിദേശ ഫണ്ടിങ്ങൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ ഈ യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. പക്ഷെ ഇവർ അധികാരത്തിന് വേണ്ടിയും പരസ്പരം യുദ്ധം ചെയ്യുന്നു. ഇതിന്റെ എല്ലാ പ്രതിസന്ധികളും ഡാർഫർ മേഖലയിലെ ജനതയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സുഡാനിലെ ജനത മൊത്തത്തിൽ സുഡാനിലെ ജനതയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഡാർഫർ മേഖലയിൽ ഒരു 50 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ്, തടസ്സം വെച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആ ജനതയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉപരോധത്തിലാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ ജനത വലിയ ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ജനങ്ങളാണ് പട്ടിണി മൂലം കഷ്ടപ്പെടുന്നത്. 10,000-കണക്കിന് ആളുകൾ കൊന്നൊടുക്കപ്പെട്ടു. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനാണ് സുഡാൻ നിലവിൽ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം എന്ന് അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആർത്തിമൂത്ത അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങൾ ഒക്കെ ഇവരെ പിന്തുണക്കുന്ന കാലത്തോളം യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ യുദ്ധം തുടർന്നു പോകുന്നതിന്റെ ഒരു ഫലം അവിടുത്തെ ജനത നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യുദ്ധങ്ങളുടെയും ഫലം അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുന്നത്, അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ ജനതക്കാണ് എന്ന് നമുക്ക് ഓരോ യുദ്ധങ്ങളിലും ഓരോ സംഭവങ്ങളിലും നാം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ്. യുദ്ധം അവസാനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.